ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ ഒരു വിഷയം വന്നിരുന്നു. അത് വിദേശ കമ്പനിക്ക് തീരെഴുതി കൊടുത്തതിൻ്റെ രഹസ്യം പരസ്യമാക്കിയത് ശ്രീ എൻ പ്രശാന്ത് IAS ആണ്. അതാണ് മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയത്തിന് കാരണമായതെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് അവിടുത്തെ CPMകാർക്കിടയിൽ വലിയ വൈരാഗ്യത്തിന് കാരണമായെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും വാസ്തവം? ശരിക്കും ആ ഒരു വിഷയമുണ്ടല്ലോ, അത് ആ സമയത്ത് വിവാദവും മറ്റൊക്കെ ആയപ്പോൾ ഞാനൊരു മാന്യതയുടെ പുറത്തൊരു മൗനം അവലംബിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇലക്ഷൻ സമയമായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ഞാൻ അതിനെപ്പറ്റി തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് വലിയ വിവാദവും വലിയ പ്രശ്നമാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം അതിൽ പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ലഭ്യമാണ്. ഇതൊക്കെ അന്ന് തന്നെ ചില മാധ്യമങ്ങളെങ്കിലും പുറത്ത് വന്നതുമാണ്. ഈ ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കരാർ ഉണ്ടാക്കിയത് മറ്റേ അസെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിലാണ് കൊച്ചിയിൽ വെച്ച് നടന്നത്. അസെൻറ്റ് എന്ന് പറഞ്ഞ ആ മീറ്റിൽ ഈ കരാർ ഒപ്പുവെച്ചത് KSIDC ആണ്. ആൾക്കാർക്ക് KSIDC എന്താ, KSINC എന്താ ഒന്നും അറിയില്ല. അപ്പോൾ ഈ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. KSIDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ രാജമാണിക്യമായിരുന്നു. സർക്കാരിന് വേണ്ടി ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ കമ്പനി EMCC എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒപ്പുവയ്ക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു 20 മുമ്പാണ്. അത് ഒപ്പിട്ടിട്ട് അതിൻ്റെ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിപ്പുറത്ത് ഭൂമിയും KSIDC കൊടുത്തു ഈ കമ്പനിക്ക്. അവിടെ പ്രോസസ്സിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി അനുമതി കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ അത് മുമ്പോട്ട് പോവാണ്. അപ്പോൾ ഇവരുടെ സർക്കാർ അംഗീകരിച്ച ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ കോടികളുടെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ പ്രത്യക്ഷത്തിൽ എനിക്ക് നല്ല പ്രോജക്റ്റായിട്ടാണ് തോന്നിയത്. കാരണം കുറേ നമ്മളെ ആഴക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറംകടലാണ്. അവിടെ ഇപ്പം നമ്മൾ മത്സ്യബന്ധനം ചെയ്യുന്നില്ല. അവിടെ ഇപ്പോൾ ആരാ ചെയ്യുന്നതെന്ന് അറിയാം? കൊറിയയും ചൈനയും ജപ്പാനൊക്കെയാണ്. ഇന്ത്യൻ ഓഷൻ്റെ അങ്ങേ അകത്തെയുള്ള പോർഷനിലാണ്. അപ്പോൾ അവിടെയുള്ള മത്സ്യസമ്പത്ത് ഇന്ത്യൻ ഇക്കണോമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, കാരണം ഇത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ്, സ്റ്റേറ്റിൻ്റെ അധികാര പരിധിയിലും അല്ല. അപ്പോൾ ഇതിപ്പോൾ ഈ പ്രോജക്റ്റ് ഇവിടെയല്ല, എവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഴക്കടലിൽ കൃഷി ചെയ്യാം, അല്ല ഇത് ചെയ്യാം, മത്സ്യബന്ധനം ചെയ്യാം. പ്രോസസ്സിങ് കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് ഇത് പറയുന്നത്. സോ എനിവേ ഗവൺമെൻറ് പരിശോധിച്ചല്ലേ ഇത്, ഗവൺമെൻറ് പരിശോധിച്ച് ഒപ്പിട്ട പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. അതിൽ ഒന്നാണ് ഈ കുറേ കപ്പലുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഈ ഇവന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഷിപ്പ് ഉണ്ടാക്കുന്ന ഇവരെയൊക്കെ സമീപിച്ചപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഷിപ്പ് നിർമ്മാണ യൂണിറ്റുകളൊക്കെ സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോഴാണ് അന്ന് ഞാൻ KSINC എന്ന് പറഞ്ഞ കേരള സർക്കാരിൻ്റെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ നോക്കുമ്പോൾ ഇത് ഒന്നാം തരം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കേരള സർക്കാർ അംഗീകരിച്ച ഒരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ കീഴിൽ എത്രയോ കോടിയുടെ കപ്പലുകൾ നിർമ്മിക്കാനുണ്ട്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഗവൺമെൻറ് സ്ഥാപനമല്ലേ, ഞങ്ങളുടെ കെയർ ഓഫിൽ ആകുമ്പോൾ എനിക്ക് വിശാഖപട്ടണത്തിലാണെങ്കിലും കൽക്കട്ടയിലാണെങ്കിലും ബോംബെയിലും ഈവൻ കൊച്ചിയിലെ എല്ലാ ഷിപ്പ് യാർഡുകളുമായിട്ട് ടൈപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കൺസൾട്ടൻസി ആയിട്ട് പൈസ കിട്ടുകയും ചെയ്യും. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനിയാണ് KSINC. എങ്ങനെയോ കഷ്ടിച്ച് ലാഭത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നതോടെ നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലാവുന്നത് ഇത് വലിയ ഒരു എമൗണ്ട് ആയിരുന്നു. ഞങ്ങൾ കൈ നനയാതെ ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രോജക്റ്റ് യൂണിറ്റ് പോലും ഉണ്ടാക്കാനുള്ള പണം അവർ തരുന്നു. അങ്ങനെയൊക്കെയാണ് അത് സ്ട്രക്ചർ ചെയ്ത് തരുന്നത്. ഇവർ ഗ്രീൻ ഫണ്ട് കൊണ്ടുവരുന്നതാണോ? ഇവരുടെ കയ്യിൽ ഫണ്ടൊന്നുമില്ല. ഇവർ ഈ പ്രോജക്റ്റ് വെച്ചിട്ടാണ് ഗ്രീൻ ഫണ്ട് കൊണ്ടുവരും. കാരണം ഈ കോസ്റ്റൽ ഫിഷിങ്ങിൽ മാറി പുറംകടലിലേക്ക് ഫിഷിംഗ് പോകുമ്പോൾ ഇത് ഗ്ലോബൽ വാർമിങ്ങിന് എഗെയിൻസ്റ്റ് ആണ്, ഇങ്ങനെയെന്നൊക്കെ അവർ പറഞ്ഞു. ഇതൊക്കെ ഗവൺമെൻറ് തലത്തിൽ പരിശോധിച്ച പ്രോജക്റ്റാണ്. ഇതിൽ ഈ കപ്പലുകൾ ഉണ്ടാക്കി കൊടുക്കൽ മാത്രമാണ് ഞങ്ങളുടെ പണി. അതായത് അവർക്ക് പെർമിറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു KSRTCക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അശോക് ലേലാൻഡ് വണ്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഓടിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, പെർമിറ്റ് ഉണ്ടോ, ഇതൊന്നും ചോദിക്കുമോ? നിങ്ങൾ ഓർഡർ തന്നാൽ ഞങ്ങൾ ഉണ്ടാക്കി തരും. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇതുപോലെ കപ്പലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഒരു നല്ല കാര്യമല്ലേ? അപ്പോൾ ഞങ്ങളിത് പ്രസ് റിലീസ് കൊടുത്തു. PRD തന്നെ അത് പ്രസ് റിലീസൊക്കെ കൊടുത്തു. ഇത് എല്ലാവരും അറിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും ചെറിയ വിവാദങ്ങളൊക്കെ വരാൻ തുടങ്ങി. അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഈ ഫിഷിംഗ് ആണല്ലോ, അപ്പം തീരദേശ മേഖലയിൽ ആശങ്കയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് ഡിസോൺ ചെയ്യുന്നൊരു, ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തി. ഇതെന്തോ ഞാൻ കണ്ടുപിടിച്ച പ്രോജക്റ്റൊന്നുമല്ല, ഒരു വർഷം മുമ്പേ ആയിട്ട്. ഇതിനകത്ത് സ്പിൻ ഓഫും വേറെ അന്ന് ഞാൻ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മാന്യതയ്ക്ക് ഞാൻ മിണ്ടാതിരുന്നു. ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ലഭ്യമാണ്. പബ്ലിക് ഡൊമൈനിൽ ഇടാൻ എനിക്ക് യാതൊരു മടിയുമില്ല. വേണമെങ്കിൽ അത് മുഴുവൻ ഇപ്പോൾ എനിക്കത് ക്ലാരിഫൈ ചെയ്യുന്നതിൽ മടിയൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇലക്ഷനൊന്നും ഇല്ലല്ലോ. പക്ഷേ
എൻ്റെ മൗനവും മാന്യതയും തെറ്റിദ്ധരിക്കരുത്. ഇത് അതിൻ്റെ വ്യക്തത വരുത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. യെസ്.